രാജപ്പ നീ അവിടെ ചെന്നൊരു പാട്ട് പാടാണെന്ന് നിൽക്കണ്ടട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നിന്റെ കല്യാണം മുടങ്ങിയത് അതുകൊണ്ടാ. നീ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കാര്യം ഉണ്ട്, അവിടെ നിന്ന് 1%, ഇവിടുന്ന് 2% എനിക്ക് കിട്ടണം. എങ്ങനെ? ഏത് വകുപ്പില്? എന്റെ ബ്രോക്കർ കമ്മീഷൻ എനിക്ക് കിട്ടണം. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് 1, ചെക്കന്റെ വീട്ടിൽ നിന്ന് 2. അതിന് ചേച്ചിയൊന്നുമല്ലല്ലോ ഈ കല്യാണം റെഡിയാക്കിയത്. ഇത് രാജപ്പൻ പറഞ്ഞു ശരിയാട്ടാ, അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടതല്ലേ. അത് പറഞ്ഞാൽ ശരിയാവില്ല. ഞാനിവന് എത്ര പെണ്ണ് കാണിച്ചതാ. കേസ് ശരിയാവുന്ന സമയത്ത് ഞാനും ഉണ്ടായതല്ലേ. അത് ശരിയാവില്ല ചേച്ചി, കമ്മീഷൻ എന്തായാലും കിട്ടാൻ പോകില്ല. കമ്മീഷൻ എനിക്ക് കിട്ടിയിരിക്കണം. അന്ന പിന്നെ ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. ഏയ് അങ്ങനെ പെണങ്ങല്ലേ ചേച്ചി. വാ നമുക്ക് പോകാം. നമ്മുടെ രാജപ്പന് പെണ്ണ് ശരിയായതല്ലേ. അതല്ലടാ, എനിക്ക് ആന്തപ്പേണ്ട മോളുടെ കേസ് ശരിയാക്കാനുള്ളത്. അന്നാ മേരി പൊക്കോ, ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. രാജപ്പൻ തന്നെയല്ലേ പേര്? അല്ല രാജശേഖരന പേര്. വിളിച്ചു രാജപ്പെട്ടനായതാ. രാജപ്പന്റെ അച്ഛനും അമ്മയും വന്നില്ലല്ലേ? ഇല്ല, അവരോട് ഇല്ല. അവരിപ്പോ ജോലി സ്ഥലത്താ, കൽപ്പറ്റയിൽ. 2 മോൾക്ക് ജോലി കിട്ടുന്ന കല്യാണം ഒരുമിച്ചായി അല്ലേ? പിന്നെ ഇവര് ഞങ്ങള് കൂട്ടുകാരാണോ? റോഡ് സൈഡാണുള്ള വീട്. എത്ര സെന്റ് സ്ഥലം ഉണ്ടായിരുന്നത്? ഇതൊരു 24 സെന്റ് സ്ഥലമുണ്ട്. പിന്നെ മോളുടെ പേര് ഒരു 10 സെന്റ് ജംഗ്ഷനിൽ വേറെ സ്ഥലമുണ്ട്. എന്നാലും രാജപ്പൻ നാട്ടിലായിട്ട് ഇതുവരെ കാണാൻ പറ്റിയില്ലല്ലോ. ഞാനങ്ങനെ നാട്ടിലുണ്ടാവാറില്ല. ഞാൻ മിക്കവാറും ജോലി സ്ഥലത്തായിരിക്കും. ഇവന് ഗവൺമെന്റ് ജോലിയല്ലേ, പലപ്പോഴും നാട്ടിലുണ്ടാവാറില്ല. ഭൂരിഭാഗം പുറത്താണ് ആള്. ഇപ്പൊ എവിടെ ജോലി? കൽപ്പറ്റയില. എന്നാ മോളെ വിളിക്ക്. മോളെ വാ. ഞാൻ ചായ എടുത്തിട്ട് വരാം. രാജപ്പ, കുട്ടിയായിട്ട് നീ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാട്ടോ. ഇപ്പൊ ഏത് ഇതിലാ കിട്ടിയെന്ന് പറഞ്ഞ? പോലീസിലാ? അതെ, പോലീസിലായത് നന്നായി. നമ്മുടെ നാട്ടിലൊരു പോലീസായല്ലോ. അതെ, കള്ളന്മാരെ പേടിക്കണ്ടല്ലോ. ഇതുപോലെ സംസാരിക്കാണ്ടെങ്കിൽ സംസാരിക്കാം. സംസാരിക്കാം. പറ്റേ ഇരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചിങ്ങത്തിലേക്കാണ് നടത്തിയാലോ? വരട്ടേട്ടാ, നമുക്കൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. മോനെ ഇരിക്കേ, കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. ശരിട്ടാ. ശരി. എന്താ രാജപ്പ, എല്ലാം ഓക്കെ അല്ലേ? അറിയില്ല, എന്തോ ഒരു പന്തികേട്. എനിക്കും അത് തോന്നി. രാജപ്പ, നിനക്ക് കൽപ്പറ്റയില് ഭാര്യയും കുട്ടികളുണ്ടെന്ന് ആരോ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഞാൻ പോണു. പാവം, അതിന് വിഷമായി രാമേട്ട. അതിന്റെ കല്യാണം നടക്കുന്നില്ല. ഞാൻ പോവാണ്. എനിക്ക് കമ്മീഷൻ തരില്ല അല്ലേ?